മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ രണ്ടാഴ്ചക്കിടെ റോഡ് തകർന്നത് 7 തവണ. 4 കോടിയിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിലാണ് ഒരു മാസം പൂർത്തിയാകും മുമ്പ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. പലതവണ കുഴിയടച്ചെങ്കിലും വാഹനം പോകുമ്പോൾ വീണ്ടും ഗർത്തം രൂപപ്പെടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി ചേരുന്നത് അഖില CP ആണ്. അഖില, വലിയ രീതിയിലുള്ള അഴിമതിയിലേക്ക് കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രദേശവാസികൾ പറയുന്നത്. അവിടെ നിന്ന് വന്ന ദൃശ്യങ്ങളും ആ രീതിയിലാണ് മനസ്സിലാക്കുന്നു. എന്തെല്ലാമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? സംഗീത, വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു മാസം മാത്രമേ അത് പൂർത്തിയായിട്ടുള്ളൂ. റോഡ് പണി പൂർത്തിയായിട്ട് വെറും ഒരു മാസമേ ആകുന്നുള്ളൂ. ആ ഒരു മാസത്തിനകം തന്നെ ആദ്യത്തെ വിള്ളലുണ്ടാകുന്നു. ആ വിള്ളലുണ്ടായതിനു ശേഷം വലിയ ഗർത്തമാണ് രൂപപ്പെടുന്നത്. ആ ഗർത്തം ആദ്യം അടച്ചു, ഒരു തവണ അടച്ചു, 2 തവണ അടച്ചു. പക്ഷെ തുടർച്ചയായി 15ഓളം തവണ ഇത് അടയ്ക്കേണ്ട സ്ഥിതി, അതായത് വെറും 15 ദിവസത്തിനുള്ളിൽ ഏകദേശം 7ഓളം തവണയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗർത്തം രൂപപ്പെട്ടത്. അപ്പോൾ ഈ അധികാരികൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടാവുക എന്നതാണ് അപ്പോൾ ഏറ്റവും അവിടുത്തെ പ്രദേശവാസികളും ഈ ജനങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗർത്തമാണ് വലിയ രീതിയിൽ, ഒരു ചെറിയ കാറിനകം പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗർത്തമാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്വാളിയോർ മേഖല എന്ന് പറയുന്നത് തീർച്ചയായും അഖില, എന്താണെങ്കിലും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. വലിയ അഴിമതി ഇക്കാര്യങ്ങളിൽ നടന്നുവെന്നുള്ള ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മധ്യപ്രദേശിൽ നിന്നും വരുന്നത്. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.